ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നുള്ള പാർട്ടികളും ഒക്കെ എടുത്തു നോക്കിയാൽ ഏതൊക്കെ മുന്നണിയിലുണ്ടായിരുന്നോ അതൊക്കെ കാണുന്നത് ഇതേ സ്വഭാവമൊക്കെ തന്നെയാണ്. എവിടെയാണോ കൂടെ നിൽക്കുന്നത് അവിടെ അങ്ങോട്ട് വെട്ടി ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുക എന്നുള്ളതാണ്. അതേ ഉള്ളൂ കാണാനുള്ളൂ. അതപ്പോൾ ആ രീതിയിൽ അതിനെ കണ്ടാച്ചാൽ മതി. ദീപിക എന്ന് പറഞ്ഞ പത്രം അത് ഏതെങ്കിലും സഭയായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, സാമൂഹിക വിഷയങ്ങൾ എല്ലാം എടുത്ത് അതിൽ വന്യമൃഗത്തിൻ്റെ വിഷയമായാലും ഛത്തീസ്ഗഡിൻ്റെ വിഷയമായാലും എടുത്ത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യും. അതിനകത്ത് ആരെങ്കിലും അതിനെ ആ സാമൂഹിക വിഷയങ്ങൾ ഇടപെടുന്നില്ലെങ്കിൽ അവരെ കൊണ്ട് ഇടപെടിപ്പിക്കാൻ നോക്കും. അപ്പോൾ ഞങ്ങൾ തന്നെ എന്തെങ്കിലും ഇടപെട്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ റബ്ബറിൻ്റെ വിഷയമായിരിക്കും. എല്ലാത്തിനും ഞങ്ങൾ ഇടപെടുന്നുണ്ട്. ഞാൻ പറയാം, ഏതെങ്കിലും കുറച്ചുകൂടെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള മെസ്സേജുകളൊക്കെ ഇതിനകത്ത് വരും. ഇത് ആർക്കും എതിരല്ല. പക്ഷെ ഞാൻ കാണുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഇപ്പോൾ ഈ നിങ്ങൾ ചോദിച്ച ആ കാൻഡിഡേറ്റിനെ സംബന്ധിച്ചോളം എപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കും. എവിടെയാണോ ഇരിക്കുന്നത് അതിനെതിരെ എപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കും. അങ്ങനെ എത്ര സ്നേഹം ഉണ്ടായിരുന്നു, എന്തിനാ ഇത് കൊണ്ടുവന്നേ? ഈ ചർച്ചയിലേക്ക് കൊണ്ടുവന്നത് എന്തിനാ അങ്ങനെ ഒരു കൺസിഡറേഷനിലേക്ക് ആ ബില്ലിലേക്ക് വന്നത് എന്തിനാ? അത് പാർലമെന്റ് പ്രസന്റ് ചെയ്യുന്ന എന്തിനാണ്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അത്ര സ്നേഹമായിരുന്നെങ്കിൽ അല്ല അതന്നെ അതൊക്കെ ഓരോ പേടിപ്പീര്. അത് എല്ലാ കാലത്തും എനിക്കറിയാമല്ലോ, പൂഞ്ഞാറ്റിലൊക്കെ നടന്നിട്ടുള്ളതാണ്. പാലായിലെ കണക്കുകളൊക്കെ നമ്മുടെ സഹപ്രവർത്തകർ എല്ലാവരും നമ്മുടെ LDFൻ്റെ നേതാക്കന്മാരൊക്കെ ഇരുന്നു, ചർച്ച ചെയ്തു. അത് വളരെ ഒരു ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളുടെ പ്രവർത്തകരെല്ലാം. അവരെല്ലാം ഒറ്റക്കെട്ടായി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടാക്കി, ഞാൻ പറഞ്ഞില്ല, സിമെൻറ്റ് പോലെ കോൺക്രീറ്റ് പോലെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടല്ല. എപ്പോഴും ഞാൻ തുടക്കത്തിൽ തൊട്ടുള്ള ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു. കാരണം നമുക്ക് നമ്മുടെ ജനതയെ അറിയാം. മാത്രമല്ല, നമ്മളൊരു തെറ്റും ചെയ്തില്ലല്ലോ. നമ്മൾ എന്തെങ്കിലും ഈ പറയുന്ന വിഷയങ്ങൾ അവർക്ക് അല്ലെങ്കിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന സബ്ജക്റ്റുകളുണ്ട്. അത് വികസനമാകാം, ചേർത്ത് പിടിക്കലാകാം, എന്താകട്ടെ, അതിലൊക്കെ എപ്പോഴും ആത്മാർത്ഥമായി നമ്മൾ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് എവിടെന്നെങ്കിലും ഓടി വന്ന് അങ്ങനെ നടത്തിയ ഒരാളൊന്നുമല്ല. എപ്പോഴും ഇവിടെ തന്നെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കൃത്യമായിട്ട് ഭൂരിപക്ഷം പ്രതീക്ഷിക്കാൻ ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്ന ആളല്ല. ഞാൻ അതിന് വളരെ പൂവറാണ്. അതുകൊണ്ട് പ്രഡിക്റ്റ് ചെയ്യുന്നവരൊക്കെ പ്രഡിക്റ്റ് ചെയ്തോട്ടെ. ഞാൻ സഭയെ സംബന്ധിച്ചോളം ആരെയും കൂടെ ഉണ്ടെന്ന് ആ സഭ പറയാറുണ്ടോ? അപ്പോൾ പറയാറില്ലല്ലോ. സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ ഇഷ്യൂസ് ഉണ്ട്, ജനകീയ ഇഷ്യൂസ് ഉണ്ട്. സഭയുടെ ഇഷ്യൂസ് മാത്രമല്ല, എത്രയോ ജനകീയ ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ വന്യമൃഗത്തിൻ്റെ വിഷയം സഭ ഏറ്റെടുത്തിട്ടില്ലേ? ഇപ്പോൾ അവിടെയുള്ള നമ്മുടെ കുട്ടനാട്ടിലുള്ള അവിടുത്തെ നെൽകർഷകരുടെ ഇഷ്യൂസ് ഇല്ലേ, അത് സഭ ഏറ്റെടുത്തിട്ടില്ലേ? അപ്പോൾ ആ ജനകീയ സാമൂഹിക വിഷയങ്ങളൊക്കെ ഏറ്റെടുക്കും. ആ ഏറ്റെടുക്കുമ്പോൾ അതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജനപ്രതിനിധികളും അതിനകത്ത് ഇടപെടുക എന്നുള്ളതേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞത്, ഇതൊരു ജനാധിപത്യത്തിൽ നമുക്കറിയാം ഭരണഘടനയിൽ തരുന്ന ചില അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ അർഹതപ്പെട്ടതുകൊണ്ട് ആ അർഹതപ്പെട്ടതും അവകാശങ്ങളും അതിനകത്ത് നുഴഞ്ഞു കയറി അത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ, അതിപ്പം ഇന്ന് ന്യൂനപക്ഷത്തിനെതിരെ ആയിരിക്കും, അടുത്തൊരു ദിവസം വേറെ ഒരു സമുദായത്തിനെതിരെ ആയിരിക്കും, വേറെ ഒരു സമൂഹത്തിനെതിരെ ആയിരിക്കാം. അത് കൃത്യമായിട്ട് അത് നമുക്ക് നോക്കി നിൽക്കാൻ പാടില്ല. ഒരുമിച്ചിരുന്നത് പോരാട്ടം നടത്തേണ്ടതാണ്. അത് തീർച്ചയായിട്ടും ജനങ്ങൾ അതനുസരിച്ച് വിലയിരുത്തി കാണും. BJP അപ്പുറത്ത് ഈ ഭീഷണിപ്പെടുത്താൻ ഞങ്ങൾ ആ ഭീഷണിക്ക് വഴങ്ങണമെന്നാണോ താങ്കൾ പറയുന്നത്? അത് സഭ എന്നുള്ളതല്ലല്ലോ. ആരെ ഭീഷണിപ്പെടുത്തിയാലും അത് ശരിയല്ലല്ലോ. ജനാധിപത്യത്തെ അങ്ങനെ ഭീഷണി കൊണ്ട് നമ്മൾ പുറകോട്ട് പോകേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. സംസ്ഥാന തലത്തിൽ ഇപ്പോൾ കാണുന്നത്, നമ്മൾ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ചില ജില്ലകളിൽ ആദ്യഘട്ടത്തിൽ പുറകോട്ട് പോകും എന്ന് ചില മാധ്യമങ്ങൾ വിലയിരുത്തിയ പ്രദേശങ്ങളിൽ പോലും ഇപ്പോൾ മുന്നേറും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ പൊതുവേ ഈ പറയുന്ന നമ്മളൊരു അഭിമാനകരമായ ഭൂരിപക്ഷത്തോടു കൂടി ഇടതുപക്ഷം ഭരണത്തിലേക്ക് വരും.